അങ്ങനെ കാത്ത് കാത്ത ആ ദിവസം വന്നെത്തി. നാളെ ഇന്ന് കേട്ടോ കല്യാണം. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടി. എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തലേന്ന് ഒരു വൈബ് തന്നെയാണ് അല്ലേ. കല്യാണ ദിവസമാണ് മെയിനെങ്കിലും എന്നെപ്പോലെ കല്യാണ തലേന്ന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവില്ലേ ഒരുപാട് പേര്. അങ്ങനെ കുട്ടികളും വലിയവരും ഒക്കെ പറ്റുന്നിടത്തോളമൊക്കെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ട് ഞാനും എൻ്റെ 2 കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവസാനം ചെറിയൊരു പെട്ടിപ്പൊട്ടിക്കലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മിഠായി വിതരണവും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചെക്കൻ്റെ എൻട്രി കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് അല്ലേ. പെണ്ണിനാണെന്നുണ്ടെങ്കിലും ചെക്കനാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഒരു കല്യാണത്തലേന്നൊരു പോക്ക്. അപ്പം അതുപോലെ തീരെ വിചാരിക്കാതെ ആയിരുന്നു കേട്ടോ അവരും വന്നിട്ടുണ്ടായിരുന്നത്. അല്ല, നമ്മുടെ കല്യാണം ആരുടെ എന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ മാമൻ്റെ മകളുടെ കല്യാണമായിരുന്നു കേട്ടോ. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കല്യാണം കൂടാൻ പറ്റുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 30-ാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡെലിവറി ഡേറ്റ് 29-ാം തീയതി ആണ് കേട്ടോ കല്യാണം. അപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നെങ്കിലും എനിക്ക് കല്യാണമൊക്കെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കയറിയിരുന്ന് നമ്മൾ ലൈമും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ പിന്നെ ഫോട്ടോയും എടുത്ത് പുതിയ ഒരു ഡയറി മിൽക്കൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.